3 പതിറ്റാണ്ടിലേറെയായി തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഭീകരവാദികൾക്കുള്ള മറുപടി അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 9 തീവ്രവാദ കേന്ദ്രങ്ങളിൽ 21 തവണ ഞങ്ങൾ ആക്രമണം നടത്തി എന്ന് ഇന്ത്യ തന്നെ വ്യക്തമാക്കിയതാണ്. അതും ഒരു ക്ലിനിക്കൽ സർജറിയുടെ വ്യക്തതയോടെ. അതായത് ഏതെങ്കിലും ഒരു പാക് പൗരനോ പാകിസ്ഥാൻ ഭടനോ പോറൽ പോലും ഏൽക്കാതെയുള്ള ആക്രമണം ആയിരുന്നു അത്. എന്നാൽ അതിന് പാകിസ്ഥാൻ നൽകിയ മറുപടിയോ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമവാസികളെ, സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഷെൽ ആക്രമണം ആയിരുന്നു. ആ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 15ഓളം പേർ ആണ് കൊല്ലപ്പെട്ടത്. അവിടെ കൊണ്ടും അവസാനിപ്പിച്ചില്ല പാകിസ്ഥാൻ. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ 3 സംസ്ഥാനങ്ങളിലെ 15 നഗരങ്ങളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ, വ്യോമത്താവളങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. പക്ഷേ ആ ശ്രമം ഇന്ത്യ തടഞ്ഞു എന്ന് മാത്രവുമല്ല, എന്താണ് സൈനിക ശക്തി എന്ന് ഇന്നലെ രാത്രി ഇന്ത്യ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ലാഹോർ, ഇസ്ലാമാബാദ്, കറാച്ചി ഈ 3 ഇടങ്ങളിലും തീമഴ പെയ്യിക്കാൻ ഇന്ത്യയുടെ സൈന്യത്തിന് സാധിച്ചു. ഇത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് തൊട്ടടുത്തുവരെ എത്തി നിർത്തി ഇന്ത്യ ആ ആക്രമണം. ഇതുതന്നെയാണ് അറിയിപ്പ്. ഇനിയും തുടർന്നാൽ എന്ത് എന്ന് ഒരു പക്ഷേ പാക് ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും.